കോടാനുകോടി വരുന്ന അയ്യപ്പ ഭക്തരുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ മുറിവേൽപ്പിച്ച സംഭവം തന്നെയായിരുന്നല്ലോ ശബരിമല സ്വർണ്ണക്കൊള്ള. ശബരിമല ശ്രീകോവിലിലെ വാതിലിന്റെ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികൾ എന്ന പേരിൽ കൈമാറുവാൻ ശ്രമിച്ച സംഭവത്തിൽ വൻ കൊള്ള ലക്ഷ്യമിട്ടിരുന്നുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വെളിപ്പെടുത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാൻ ലക്ഷ്യമിട്ട് ഫയലിൽ പിത്തള എന്നു രേഖപ്പെടുത്തിയതിനെ വെട്ടി ചെമ്പ് പാളികൾ എന്നു തിരുത്തിയതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ടൈപ്പ് ചെയ്തതിലെ തെറ്റു തിരുത്തുകയായിരുന്നുവെന്ന പത്മകുമാറിന്റെ വാദം തെറ്റാണെന്നും SIT വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വർണ്ണപാളികൾ കൈമാറുന്നതിന് മുൻപ് ശരിയായ കരാറുണ്ടെന്ന് ഉറപ്പാക്കുകയോ രേഖകൾ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. മഹസറിൽ തന്ത്രിയുടെ ഒപ്പുണ്ടെന്ന പത്മകുമാറിന്റെ വാദവും തെറ്റാണെന്ന് കണ്ടെത്തലുമുണ്ട്. രജിസ്റ്റർ പോലും ശരിയായി സൂക്ഷിച്ചിട്ടില്ല എന്നും വാതിൽ പാളികൾ സ്വർണം പൊതിഞ്ഞതാണെന്നതിന് തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് എന്നും SIT ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പത്മകുമാറിന്റെ ജാമ്യ ഹർജിക്കെതിരെ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതും. ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികൾ കൈമാറ്റത്തിൽ നടന്ന ക്രമക്കേടുകൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന സൂചനകളും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്.